Hi all. Today's class we deals with the Block 1 Unit 2 Romanticism, Modernism and Postmodernism. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ റൊമാൻറ്റിസിസം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അതിൻ്റെ ലിറ്റററി ഡെവലപ്മെൻറ്റ്സ് പോസ്റ്റ് മോഡേണിസവും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും അതുപോലെ തന്നെ ലിറ്റററി ഡെവലപ്മെൻറ്റ്സും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിച്ചു പോകുന്നത്. ഫസ്റ്റ് റൊമാൻറ്റിക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ 19th സെഞ്ചുറിയാണ് വരുന്നത്. ഇതിന് നമ്മൾ ലോങ് 19th സെഞ്ചുറി എന്നൊരു ടൈറ്റിൽ ഹെഡിങ്ങിലാണ് പഠിക്കുന്നത്. ഈ പറയുന്ന ലോങ് 19th സെഞ്ചുറിയിൽ എന്തൊക്കെ സംഭവിച്ചു, അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു, അതിന്റെ ആ ഒരു കാലഘട്ടത്തിലെ ലിറ്റററി ഡെവലപ്മെന്റ്സ് ഇതൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. നോക്കാം. The long 19th century, spanning from 1770s to 1900s, was a transformative era marked by vast revolution and intellectual shift fueled by Enlightenment ideas. This period, known as the Age of Empire, saw European nations like Britain and France expanding their colonial territories, using imported resources to drive the Industrial Revolution and ushering capitalism. Alongside this, a reaction against Enlightenment rationalism emerged, prioritizing the emotions over reason and giving rise to Romantic movement. The industrialization dramatically altered Europe's landscape and way of life, leading to concerns over rural decline, rapid urban growth, and persistent inequalities. Literature from this time often reflects these issues, highlighting the social or societal changes and advocating for reforms. Understanding the socio-political context of the 19th century is essential to grasp the literary movement it inspired. സോ ലോങ് 19th സെഞ്ചുറി എന്ന് പറയുമ്പോൾ 1770s മുതൽ നമ്മുടെ 1900സിന്റെ ലാസ്റ്റ് വരെയുള്ള പീരീഡാണ്. ഇത് എൻലൈറ്റ്മെന്റ് പീരീഡിനൊക്കെ ഒരുപാട് സ്പിരിറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇതിനെ നമുക്ക് ഏജ് ഓഫ് എംപയർ എന്ന് വിളിക്കാം. ബിക്കോസ് ഓഫ് ദ റൈസ് ഓഫ് എംപയർ ലൈക്ക് ബ്രിട്ടൻ, ഫ്രാൻസ് ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും ഉയർത്തെഴുന്നേറ്റതും എക്സ്പാൻഡ് ചെയ്തതും അവരുടെ കൊളോണിയൽ ടെറിട്ടറീസ് ഡെവലപ്പ് ചെയ്തതും അവർ കൂടുതൽ റിസോഴ്സസ് കൊണ്ടുവന്നതും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ ദിസ് ഇറ ഈസ് ഓൾസോ കോൾഡ് ദ ഏജ് ഓഫ് എംപയർ. അതുപോലെ തന്നെ എൻലൈറ്റ്മെന്റ്, റാഷണലിസം ഒക്കെ ഇമോഷനേക്കാൾ ഉപരിയായിട്ട് റീസണ് പ്രാധാന്യം കൊടുക്കുക, റൊമാൻറ്റിക് മൂവ്മെന്റ് റൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ ലോങ് 19th സെഞ്ചുറി എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ചേഞ്ച് കൊണ്ടുവന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഡ്രമാറ്റിക്കലി ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണമായിട്ട് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യൂറോപ്പ് തന്നെ ഡ്രമാറ്റിക്കലി ചേഞ്ച് ചെയ്തു. റൂറൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഒരുപാട് ഡിക്ലൈൻ സംഭവിച്ചു, അർബൻ ഗ്രോത്ത് ഉണ്ടായി, ഒരുപാട് ഇൻഇക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്ത കാലഘട്ടം കൂടിയായിരുന്നു ഈ പറയുന്ന ലോങ് 19th സെഞ്ചുറി. ഇതെല്ലാം തന്നെ ഇവിടുത്തെ ലിറ്ററേച്ചറിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സൊസൈറ്റിയൽ ചേഞ്ചസ്, അതുപോലെ തന്നെ റിഫർമേഷന്റെ ഭാഗമായിട്ടുള്ള ചേഞ്ചസ്, ഇതെല്ലാം തന്നെ ആ ഒരു കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിറ്റററി മൂവ്മെന്റുകളൊക്കെ ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ ലിറ്റററി മൂവ്മെന്റുകളൊക്കെ 19th സെഞ്ചുറിയിലും ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഒരുപാട് സൊസൈറ്റിയിൽ ചേഞ്ചസ് സംഭവിച്ച കാലഘട്ടം, ഇൻഇക്വാളിറ്റീസ് സംഭവിച്ച കാലഘട്ടം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സംഭവിച്ച കാലഘട്ടം, ഏജ് ഓഫ് റീസൺ എന്നറിയപ്പെട്ട കാലഘട്ടം, ഏജ് ഓഫ് എംപയർ. ഏജ് ഓഫ് റീസൺ നമ്മുടെ റിനൈസൻസ് ഏജ് ആണ്, എങ്കിലും റീസൺ വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ച കാലഘട്ടം ഒക്കെ വേണമെങ്കിൽ നമുക്ക് ലോങ് 19th സെഞ്ചുറിയെ പറയാം. The shift from the age of reason to romanticism in the late 18th century was marked by significant revolution and uprisings, notably the American War of Independence and French Revolution. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ എൻലൈറ്റ്മെന്റ് പീരീഡിൽ നിന്നുള്ള ആ ഒരു ഇൻഡിവിജ്വാലിറ്റി, ഹ്യൂമനിസം, ഇതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അമേരിക്കൻ റവല്യൂഷൻ ആയാലും ഫ്രഞ്ച് റവല്യൂഷൻ ആയാലും ഒക്കെ തിരികൊളുത്തിയെന്ന് നമ്മൾ പറയുന്നു. So, this movement, driven the Enlightenment ideals of equality and freedom, dramatically shaped the Europe cultural and political landscape. Despite the eventual rise of Napoleon Bonaparte autocratic regime, his reign influenced the European nationalism, led to a conflict culminating the defeat at Waterloo. Literature of the time, such as Charles Dickens' Tale of Two Cities and Leo Tolstoy's War and Peace, reflected these tumultuous events.
while cultural nationalism inspired historical novels like Walter Scott Ivanhoe. സോ ഒരുപാട് ഇന്നിക്വാളിറ്റീസ് ഉണ്ടായ കാലഘട്ടം, ഇന്നിക്വാളിറ്റീസിനെ പറ്റി റെഫർ ചെയ്ത കാലഘട്ടം, അതുപോലെ തന്നെ യൂറോപ്പിന്റെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പിലൊക്കെ ഒരുപാട് ചേഞ്ച് സംഭവിച്ച കാലഘട്ടം, പൊളിറ്റിക്കൽ ചേഞ്ച് സംഭവിച്ച കാലഘട്ടം, നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹത്തിന്റെ റോയിൻ വിട്ട് ഇറങ്ങിയ കാലഘട്ടം, അതുപോലെ തന്നെ വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹം തോറ്റു, അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു മേധാവിത്വം ഇല്ലാതായ കാലഘട്ടം, അതെല്ലാം നമുക്ക് ഈ പറയുന്ന ലോങ് 19th സെഞ്ചുറി ആയിട്ട് ചേർത്ത് വായിക്കാം. 19th സെഞ്ചുറിയിലെ പ്രധാനപ്പെട്ട വർക്കുകളായിരുന്നു ചാൾസ് ഡിക്കൻസിന്റെ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ്. ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിന്റെ കൾച്ചറൽ, നാഷണൽ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആ ഒരു ടമിൾട്ടസ് ഇവന്റ്സിനെയൊക്കെ ഡിപിക്ട് ചെയ്തതായിരുന്നു. അതിന്റെ ഹിസ്റ്ററി ഡിപിക്ട് ചെയ്യുന്ന ഒന്നായിരുന്നു വാൾട്ടർ സ്കോട്ടിന്റെ ഐവൻഹോ. ഈ വർക്കുകളെല്ലാം തന്നെ ഇവിടുത്തെ ഹിസ്റ്ററിയും പൊളിറ്റിക്സും സോഷ്യോ കൾച്ചറൽ ചേഞ്ചസും ഒക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. 19th century also saw a growing interest in folk and fairy tales, exemplified by Grimm brothers and Hans Christian Andersen. Nationalism spurred the language emancipation movement, while transnational alliances formed during conflicts like the Greek War of Independence. Europe's fluid geopolitical landscape, influenced by colonial expansion, led to diverse urban population. This era's literature, including works by Jane Austen, Charlotte Bronte, and William Makepeace Thackeray, depicted the colonial influence and complexities of imperialism. Industrial Revolution brought profound economic and social changes, prompting literary reflections of rural decline and urban hardship by poets like Oliver Goldsmith and Blake. സോ ഈ ഒരു 19th സെഞ്ചുറിയിൽ നമുക്ക് ജനങ്ങൾക്കിടയിൽ ഫോക്ക് ടെയിൽസും ഫെയറി ടെയിൽസും ഒക്കെ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് എക്സാമ്പിൾസ് ആയിരുന്നു ഗ്രിം ബ്രദേഴ്സിന്റെയും ഹാം ക്രിസ്റ്റ്യൻ ആൻഡേഴ്സിന്റെ ഒക്കെ ഫോക്ക് ആൻഡ് ഫെയറി ടെയിൽസുകൾ. അത് പോപ്പുലർ ആയിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ പെട്രോട്ടിസം, നാഷണൽ സ്പിരിറ്റ്, ഇതിനെയൊക്കെ എമുലേറ്റ് ചെയ്യുന്ന തരത്തില് ഒരു ട്രാൻസ്നാഷണൽ സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ അവരുടെ പല വർക്കുകളിലും അല്ലെങ്കിൽ പെട്രിയോട്ടിക് ഫീലിംഗ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ പറയും. യൂറോപ്പിന്റെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഇവരുടെ ഒരു കൊളോണിയൽ എക്സ്പാൻഷന് കുറേ സഹായിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് യൂറോപ്പ് അതിന്റെ ആ ഒരു അർബൻ ഏരിയ ഒക്കെ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിരുന്നു. പിന്നീട് കൊളോണിയൽ എക്സ്പാൻഷനും കൂടെ ആയപ്പോഴത്തേക്ക് യൂറോപ്പ് അഭിവൃദ്ധിപ്പെട്ടു. ആ ഒരു ടൈമിലെ ലിറ്ററേച്ചറിൽ ഈ ഒരു എക്സ്പാൻഷനെ പറ്റിയും പറയുന്നുണ്ട്. ജെയിൻ ഓസ്റ്റിന്റെയും ഷാർലറ്റ് ബ്രോണ്ടിന്റെയും വില്യം മക്പീസ് താക്രയുടെ ഒക്കെ വർക്കുകളിൽ ഈ കൊളോണിയൽ ഇൻഫ്ലുവൻസിന്റെ ഡെപിക്ഷനും അതിന്റെ കോംപ്ലക്സിറ്റീസും ഇമ്പീരിയൽ കൺട്രിയുടെ ആ ഒരു സ്വേച്ഛാധിപത്യവും ഒക്കെ അവർ എടുത്തു പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ഒരുപാട് ചേഞ്ചസ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നു. എസ്പെഷ്യലി റൂറൽ ഡിക്ലൈനും അർബൻ ഹാർഡ്ഷിപ്പും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റി പറഞ്ഞിട്ടുള്ള വർക്കുകളായിരുന്നു ഒലിവർ ഗോൾഡ് സ്മിത്തിന്റെയും വില്യം ബ്ലേക്കിന്റെയും ഒക്കെ. Despite the ideals of democracy and equality, 19th century exposed stark inequalities due to the industrialization and the colonialism. Abolitionist movement rising in the early 1800s aimed to end slavery, while working class faced harsh conditions leading to calls for reform. Movements like Chartism and publication of Communist Manifesto by Marx and Engels advocated for socialist revolution. Advancement in printing technology and the rise of periodical facilitated the rapid dissemination of literature, popularizing genres such as detective fiction and serialized novels. Literary tourism emerged as readers and authors like Hans Christian Andersen and Charles Dickens engaged with literature through travels and public readings. So, എന്നിരുന്നാലും ഈ പറയുന്ന ഡെമോക്രസിയും ഐഡിയൽസും ഇക്വാളിറ്റിയും ഒക്കെ ഈ 19th സെഞ്ചുറിയിൽ എമുലേറ്റ് ചെയ്തു വന്നു, അല്ലെങ്കിൽ അതുമായിട്ട് വർദ്ധിച്ചു വന്നു. ഇക്വാളിറ്റി, ഫ്രീഡം, ഡെമോക്രസി, അതിനോട് തുല്യമായിട്ട് തന്നെ ഇൻഇക്വാളിറ്റിയും ഡെവലപ്പ് ചെയ്തു. കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ടായാലും ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ടായാലും ഒരുപാട് ഇൻഇക്വാളിറ്റീസ് അവിടെ ഉണ്ടായി. 1800സോടുകൂടി സ്ലേവറി ഇന്ത്യ ചെയ്യണമെന്നുള്ള ആവേശം, മുദ്രാവാക്യം ഘോരഘോരം മുഴങ്ങാൻ തുടങ്ങി. അതിനുവേണ്ടി ഒരുപാട് റിഫോർമേഷൻസ് മൂവ്മെന്റ്സുകൾ വന്നു.
അങ്ങനെ ചാർട്ടിസം മൂവ്മെന്റുകൾ വന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സും എംഗൽസും കൂടെ പബ്ലിഷ് ചെയ്തു. സോഷ്യലിസ്റ്റ് റവല്യൂഷൻ സാധ്യമായി. അതിനോടൊപ്പം തന്നെ ടെക്നോളജിയിലും ഒക്കെ അഡ്വാൻസ്മെന്റ് വന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. പീരിയോഡിക്കൽസ് വന്നു. പീരിയോഡിക്കൽസിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഈ പറയുന്ന സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി എഴുതുക എന്നുള്ളതാണ്. സെറ്ററൈസ് ചെയ്ത് എഴുതാം. ഓക്കെ, അങ്ങനെയുള്ള ലിറ്ററേച്ചറിൽ പുതിയ പുതിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പോയട്രിയും എപ്പിക്കും നോവലും ഡ്രാമയും അല്ലാതെ പുതിയ പുതിയ ജാനേഴ്സുകൾ വരാനായിട്ട് തുടങ്ങി. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, സീരിയലൈസ്ഡ് നോവൽസ് ഒക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരാനായിട്ട് തുടങ്ങി. ഷോർട്ട് പോയിംസ് ഇതൊക്കെ ആൾക്കാർ വായിക്കാനായിട്ട് തുടങ്ങി. Then literary tourism emerged as readers and authors like Hans Christian Andersen and Charles Dickens engaged with the literature through travel and public reading. അന്നേരം ഈ ലിറ്ററേച്ചറും റീഡിങ്, ലിറ്റററി ടൂറിസം എന്ന് പറയുന്ന മേഖലയായി ലിറ്ററേച്ചർ മാറാൻ തുടങ്ങി. ട്രാവൽ ആൻഡ് പബ്ലിക് റീഡിംഗ് എന്നുള്ള ഒരു പ്രത്യേക തരം ആ ഒരു റാനർ അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഓഫ് റീഡിങ് ഹാൻ ക്രിസ്റ്റൻ ആൻഡേഴ്സണും ചാൾസ് ഡിക്കൻസും ഒക്കെ തുടങ്ങി വെച്ചു. അത് അവർ ആദ്യം അതുവരെ നോവൽസുകൾ ഒരു ബുക്കായി പബ്ലിഷ് ചെയ്തെങ്കിൽ പിന്നെ ഇവരുടെ നോവൽസുകൾ ഇവരെ സീരിയലൈസ് ചെയ്യാൻ തുടങ്ങി. ലേറ്റർ ഇവർ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ ഇവർ പോകാനും പബ്ലിക് റീഡിംഗ് നടത്താനും ഒക്കെയായിട്ട് തുടങ്ങി. സോ അതൊക്കെ സാധ്യമായത് ഈ ഒരു 19th സെഞ്ചുറിയിലാണ്. അതാണ് ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് പറയുന്നത്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏജ് ഓഫ് റീസണിന് ശേഷം ഏജ് ഓഫ് റീസൺ ടു റൊമാൻറ്റിസിസത്തിലേക്ക് വരികയാണ്. ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചു. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ ഒക്കെ ഇതിന്റെ ചിന്തകളിൽ നിന്നുണ്ടായതാണ് എൻലൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. അല്ലേ? ആ ഒരു സമയത്താണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് വാട്ടർലൂ യുദ്ധത്തിൽ മരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ചാൾസ് ഡിക്കൻസിന്റെ ടെയിൽ ഓഫ് ടു സിറ്റീസ് ഇറങ്ങി, ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് ഇറങ്ങി. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല വർക്കുകളും ഈ ഒരു കാലഘട്ടത്തിൽ വന്നു. ആ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്കിടയിൽ പോപ്പുലർ ആയിട്ടുള്ള എന്തായിരുന്നു? ഫെയറി ടെയിൽസും ഫോക്ക് ടെയിൽസും ഒക്കെ തന്നെ. അത് കൂടുതൽ പോപ്പുലറൈസ് ആക്കിയത് ഇബ്രഹിം ബ്രദേഴ്സും ഹാൻ ക്രിസ്റ്റൻ ആൻഡേഴ്സണുമാണ്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ബ്രിട്ടൻ, കൊളോണിയൽ എക്സ്പാൻഷൻ, അർബൻ പോപ്പുലേഷൻ ഇതെല്ലാം അവരുടെ ആ ഒരു സാഹിത്യത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓസ്റ്റിന്റെ വർക്കും ഷാർലറ്റ് ബ്രോണ്ടിയുടെ വർക്കും വില്യം മാക്പീസ് താക്രയുടെ ഒക്കെ കൊളോണിയൽ ഇൻഫ്ലുവൻസ് കടർന്നിട്ടുള്ള വർക്കുകൾ ധാരാളം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് എഴുതാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതിന്റെ പ്രൊഫൗണ്ട് എക്കണോമിക് ഷിഫ്റ്റിനെ കുറിച്ച് എഴുതിയിട്ടുള്ള വർക്കുകളായിരുന്നു ഒലിവർ ഗോൾഡ് സ്മിത്തിന്റെയും വില്യം ബ്ലേക്കിന്റെയും വർക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ പറഞ്ഞത്. എന്താണ്? കാൾ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും പിന്നെ ചാർട്ടിസം മൂവ്മെന്റും ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഇംഗ്ലീഷ് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുവരെ ഉണ്ടായിരുന്ന നോവൽസ്, പോയംസ്, ഡ്രാമ എന്നുള്ള ഒരു കൺഫേംഡ് സ്ട്രക്ചറിൽ നിൽക്കാതെ പല പുതിയ ജാനേഴ്സ്, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, സീരിയലൈസ്ഡ് നോവൽസ്, സ്മോൾ പോയിംസ്, ഹൈക്കൂസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല ജാനേഴ്സ് പുതുതായിട്ട് ഡിറൈവ് ചെയ്യും. ജനങ്ങൾ അത് പരീക്ഷിക്കാനും അതിൽ ഇഷ്ടപ്പെടാനും തുടങ്ങി. പിന്നീട് പുതിയ ലിറ്റററി ടൂറിസം എന്ന് പറയുന്ന ഒരു മേഖല ജനങ്ങളും ഓതേഴ്സും തമ്മിൽ ഉരുത്തിരിഞ്ഞു വന്നു. അതിന്റെ ഭാഗമായിട്ട് ചാൾസ് ഡിക്കൻസും ഹാൻ ക്രിസ്റ്റൻ ആൻഡേഴ്സണും അവരുടെ വർക്കുകൾ ജനങ്ങൾക്കിടയിൽ ഒരു പബ്ലിക് റീഡിംഗിൽ എന്നോണം വായിക്കാനും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും തുടങ്ങി. ഇത്രയാണ് നമ്മുടെ ലോങ് 19th സെഞ്ചുറിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. ഇനി അതിന്റെ ലിറ്റററി ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ സ്ട്രങ് ആൻഡ് ഡ്രം മൂവ്മെന്റ് വരുന്നുണ്ട്. ദെൻ അതിലേക്ക് വരുന്നതാണ് റൊമാൻറ്റിസിസം മൂവ്മെന്റ്. ദെൻ അതിൻ്റെ അകത്തേക്ക് വരുന്നതാണ് റിയലിസം, ദെൻ നാച്ചുറലിസം, എസ്തെറ്റിസിസം, സിംബോളിസം. ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു 19th സെഞ്ചുറിയുടെ ലിറ്റററി മൂവ്മെന്റ്സുകളാണ്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രങ് ആൻഡ് ഡ്രം മൂവ്മെന്റ് എമേർജിംഗ് ഇൻ 1770s Germany was a proto-romantic response to the Enlightenment's emphasis on reason, advocating for individual emotions over societal conventions. Led by figures like Goethe and Schiller, this movement originated in Weimar and sought to break free from the rigid literary traditions, emphasizing authentic emotional expression. So, ഇതെന്ന് പറയുന്നത് 1770 ജർമ്മനിയിലാണ് ഇത് ഉണ്ടായത്. ഇതെന്ന് പറയുന്നത് എൻലൈറ്റ്മെന്റിന്റെ ഒരു പ്രോട്ടോ റൊമാൻറ്റിക് റെസ്പോൺസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇതിനെ, സ്ട്രങ് ആൻഡ് ഡ്രങ് മൂവ്മെന്റിനെ. ഇത് ഇതിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് ജർമ്മനിയിലുള്ള ഗദയും ഷില്ലറുമായിരുന്നു. ഇത് തുടങ്ങിയത് ജർമ്മനിയിലെ വെയ്മർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്
വളരെ റിജിഡായിട്ട് നിൽക്കുന്ന ലിറ്റററി ട്രഡീഷനിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ് സ്ട്രങ് ആൻഡ് ഡ്രങ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അന്നേരം 1770 ജർമ്മനിയിൽ വെയ്മറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് കൊണ്ടുവന്നത് ജർമ്മൻ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ഗദയും ഷില്ലറുമാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സോട്ട് ടു ബ്രേക്ക് എ ഫ്രീ ഫ്രം റിജിഡ് ലിറ്റററി ട്രഡീഷൻ ആൻഡ് എംഫസൈസിങ് ഒത്തൻറ്റിക് ഇമോഷണൽ എക്സ്പ്രഷൻ. അവനവരുടെ സ്വന്തമായ സ്വദേവയുള്ള ഒരു നാച്ചുറൽ ഇമോഷണൽ എക്സ്പ്രഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഗീതയുടെ സോറോസ് ഓഫ് യങ് ബ്രദർ എന്ന് പറയുന്ന നോവലും ഈ പറയുന്ന സ്ട്രോങ് ആൻഡ് ഡ്രങ് മൂവ്മെന്റിൽ എഴുതിയിട്ടുള്ളതാണ്. എക്സംപ്ലിഫൈഡ് ദിസ് വിത്ത് ട്രാജിക് ഇമോഷണലി ഇന്റൻസ് പ്രൊട്ടാഗണിസ്റ്റ് ഇൻഫ്ലുവൻസിങ് സിമിലർ ട്രെൻഡ്സ് ഇൻ യൂറോപ്പ് ആൻഡ് ഇംഗ്ലണ്ട്. Schiller's play The Robbers introduced a melodrama to theatre. Strong and drum emphasis on sensibility and emotion set the stage for romantic movement for the 19th century. അങ്ങനെ നോക്കുമെങ്കിൽ നമ്മുടെ ഗതയുടെ സോറോസ് ഓഫ് എ ബ്രദറും അതുപോലെ തന്നെ ഷില്ലറിന്റെ ദ റോബേഴ്സ് എന്ന് പറയുന്ന പ്ലേയും ഒക്കെ തന്നെ ഈ പറയുന്ന ഒറിജിനാലിറ്റി ഓഫ് ഇമോഷൻ അല്ലെങ്കിൽ ഒതന്റിക് ഇമോഷണൽ എക്സ്പ്രഷനെ ഡിപിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്ന നമ്മുടെ ഗതയുടെയും ഷില്ലറുടെയും പ്ലേയും നോവലും. അന്നേരം 1770 ജർമ്മനിയിൽ വെയ്മറില് ഗതയും ഷില്ലറും കൊണ്ടുവന്നിട്ടുള്ള ഒരു ലിറ്റററി മൂവ്മെന്റ് ആണ് സ്ട്രോങ് ആൻഡ് ഡ്രം മൂവ്മെന്റ്. ഓക്കെ, ഇതെന്താണ് പറയുന്നത്? ഇറ്റ് സോട്ട് ടു ബ്രേക്ക് ഫ്രീ ഫ്രം റിജിഡ് ലിറ്റററി ട്രഡീഷൻ എംഫസൈസിങ് ഓൺ ഒത്തന്റിക് ഇമോഷണൽ എക്സ്പ്രഷൻ. ഗതയുടെ സോറോസ് ഓഫ് യങ് ബ്രദറും ഷില്ലറിന്റെ ദ റോബേഴ്സും ഇതിന് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ ഇതിനെ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. Romanticism spanning from approximately 1800s to 1850 across Europe emerged as a reaction against Enlightenment, emphasis on reason, industrialization, and urbanization. This literary and cultural movement celebrated individualism and subjective emotion, seeking to evoke powerful feelings and through poetry and prose. Inspired by French Revolution, early romantic poets like William Wordsworth exalted nature and portrayed romantic hero as a figure of rebellion against societal norms. While Lord Byron, Byronic hero, added a moody and cynical dimensions of the archetype, Russian literature contributed to the concept of superfluous man, exploring themes of a societal alienation through works by Alexander Pushkin and Ivan Terbinov. 1800-1850 ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള ഇംഗ്ലണ്ടിൽ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള മറ്റൊരു റിയാക്ഷൻ ആയിരുന്നു റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഒക്കെയുള്ള എതിരെയുള്ള റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏജ് ഓഫ് റീസണിനൊക്കെ എതിരെയുള്ള റിയാക്ഷൻ. ഈ ഒരു റൊമാൻറ്റിക് മൂവ്മെന്റിൽ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്തത്? വി സെലിബ്രേറ്റഡ് ദി ഇൻഡിവിജ്വൽസ് ആൻഡ് സബ്ജക്റ്റീവ് ഇമോഷൻസ്. നമ്മളുടെ ഇമോഷനെയും നമ്മളുടെ ഇൻഡിവിജ്വൽസത്തേക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരു പവർഫുൾ ഫീലിംഗ് പോയട്രിയിലും പ്രോസിലും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഷെല്ലിയും കീറ്റ്സും വേർഡ്സ്വർത്തും വളരെ ഒരുപാട് പോയിന്റ്സുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സുകളാണ് വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹം ഈ റൊമാൻറ്റിക് ഹീറോ ആയിട്ട് അദ്ദേഹത്തിനെ കണക്കാക്കുന്നുണ്ട്. അദ്ദേഹം ഈ സൊസൈറ്റിയുടെ റെബല്യസ് നേച്ചറിനെതിരെ പോരാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേച്ചറിനെ പറ്റി എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് വില്യം വേർഡ്സ്വർത്ത്. ലോർഡ് ബൈറൺ ബൈറോണിക് ഹീറോ എന്നറിയപ്പെടുന്നു. റൊമാൻറ്റിക് ഹീറോ ആണ് വില്യം വേർഡ്സ്വർത്ത് എങ്കിൽ ബൈറോണിക് ഹീറോ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലോർഡ് ബൈറൺ. ഒരു മൂഡി സിനിക്കൽ ആയിട്ടുള്ള വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള വർക്കുകൾ എഴുതിയിരുന്ന വ്യക്തിയായിരുന്നു ലോർഡ് ബൈറൺ. റഷ്യൻ ലിറ്ററേച്ചറുമൊക്കെ ഈ പറഞ്ഞിട്ടുള്ള റൊമാൻറ്റിസിസത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ഓക്കെ, റഷ്യൻ ലിറ്ററേച്ചറിലെ സൂപ്പർഫ്ലുവസ് മാൻ എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ പുഷ്കിൻ ആൻഡ് ഇവാൻ ടെർഗ്നോവ് ഇവരൊക്കെ സോഷ്യൽ എലിനേഷനെയൊക്കെ തീമുകളാക്കി ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. Romanticism idolized nature as a source of sublime beauty and powerful emotion, contrasting with the missionization of industrial society. It also drew upon regional history and folklore to foster national identity, and writers such as Walter Scott are popularizing historical novels and glorified medievalism. In addition to this celebration of past and romanticism embraced of a Gothic genre, which explored dark supernatural themes and morbid emotions. Works such as Mary Shelley's Frankenstein, Goethe's Faust exemplify
Gothic fascination with the macabre and exploration of human psyche in settings of mystery and horror. റൊമാൻറ്റിസിസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു സബ്ലൈം മീൻസ് എക്സാൾട്ടേഷൻ അറ്റ് ഹയസ്റ്റ് ലെവൽ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള സൗന്ദര്യ ആസ്വാദനം, അതുപോലെ തന്നെ പവർഫുൾ ഇമോഷൻ, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇൻ കോൺട്രാസ്റ്റിംഗ് ടു ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റി അല്ലേ. ആ ഒരു മെഷീനൈസ്ഡ് ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഉയർന്ന നിലവാരത്തിലുള്ള പ്രകൃതിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിയും ഇമോഷനും ഒക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ റൊമാൻറ്റിസിസത്തിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു റൊമാൻറ്റിക് ഏജിലാണ് ഫോക്ലോറ്, ഫെയറി ടെയിൽസ്, നാഷണൽ ഐഡന്റിറ്റി ഇതിനെയൊക്കെ ഫോസ്റ്റർ ചെയ്തത്. ഹിസ്റ്റോറിക്കൽ നോവലുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വാൾട്ടർ സ്കോട്ട്. അദ്ദേഹം മിഡീവിയൽ ഹിസ്റ്ററി ഇതിനെയൊക്കെ റേസ് ചെയ്ത് പിന്നീട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ വർക്കിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. ഈ റൊമാൻറ്റിക് പീരീഡിൽ എമർജ് ചെയ്തു വന്ന മറ്റൊരു ജാനറാണ് ഗോത്തിക് ജാനർ. എന്ന് വെച്ചാൽ ഡാർക്ക് സൂപ്പർ നാച്ചുറൽ തീംസ്, ഹിസ്റ്ററി, ഹൊറർ ഇതിനെയൊക്കെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള വർക്കുകളായിരുന്നു ഗോത്തിക് ജാനർ. ഇത് റൈസ് ചെയ്തു വന്നത് ഈ പറയുന്ന റൊമാൻറ്റിക് ഏജിലാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ലോങ് 19th സെഞ്ചുറി എന്ന് പറയാം. അങ്ങനെ എഴുതിയിട്ടുള്ള വർക്കുകളായിരുന്നു മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ, ഒരു നോവലാണ്, ഗിതയുടെ ഫോസ്റ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇറങ്ങി വന്നു. ഇത് കൂടുതലും ഹ്യൂമൻ സൈക്കി, ഹ്യൂമൻ തീംസ്, മിസ്റ്ററി, ഹൊറർ, മർഡർ ഈ ഒരു തീമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരുന്നു. Realism emerging in mid-19th century was a literary movement that sought to depict everyday life with a focus on accuracy and detail, in contrast to idealized, emotionally heightened narratives of romanticism. It arose as a response to challenges of urbanization to see their own realities mirrored in literature. Rejecting romanticized portraits, realist authors like Gustav Flaubert and Honor D. Balzac aimed to capture the nuances of society, often delving into the lives of ordinary people and exploring themes of social inequality, industrialization, and urban poverty. സോ റിയലിസം എന്ന് പറയുന്നത് mid-19th സെഞ്ചുറിയിലാണ് എമേർജ് ചെയ്ത് കൂടുതലും എവറിഡേ ലൈഫ് ആക്യുറസി ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇമോഷണലി ഹൈറ്റൻഡ് നറേറ്റീവ്സുകളായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുക. പക്ഷെ റിയലിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അർബനൈസ്ഡ് സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കോംപ്ലക്സിറ്റീസ് ഓഫ് മോഡേൺ ലൈഫ്, ഗ്രോയിങ് മിഡിൽ ക്ലാസിന്റെ സ്ട്രഗിള്, ഇതൊക്കെ ആയിരിക്കും കൂടുതലും റിയലിസ്റ്റിക് നോവൽസിൽ ഡിപിക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഗുസ്റ്റാവ് ഫ്ലാബർട്ട്, ഹൊണറി ഡി ബെൽസാക്ക്. ഇവരൊക്കെ ഈ സൊസൈറ്റിയിലുള്ള ന്യൂആൻസ്ഡ് പെർസ്പെക്റ്റീവ്സിനെ പറ്റി, ഓർഡിനറി പീപ്പിൾസിന്റെ ലൈഫ്സിനെ പറ്റി, സോഷ്യൽ ഇൻഇക്വാളിറ്റിയെ പറ്റി, ഇൻഡസ്ട്രിയലൈസേഷനെ പറ്റി, പോവർട്ടിയെ പറ്റി ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരായിരുന്നു ഹൊണറി ഡി ബെൽസാക്കും ഗുസ്റ്റാവ് ഫ്ലാബർട്ടും. Key to realist literature was a commitment to authenticity, employing detailed descriptions of intricate character development to bring stories closely to reality. Writers use techniques like omniscient narration and psychological exploration to render their characters and setting believable and relatable. This movement spread across Europe and beyond, influencing books such as Fyodor Dostoevsky and psychological realism in Crime and Punishment. And Charles Dickens' vivid portrayal of Victorian England social issues in novels such as Hard Times, Realism, darkly shaped the development of novel as a dominant literary form, but also served as a powerful tool for social critique, shedding light on harsh realities faced by diverse segments of a society during period of a rapid societal change. നേരത്തേക്ക് ഈ പറയുന്ന റിയലിസത്തിന്റെ ഭാഗമായിട്ട് സൊസൈറ്റിയിൽ ചേഞ്ചസ് ഒരുപാട് സംഭവിച്ചു. സൊസൈറ്റിയെ കൂടുതൽ അടുത്തറിയാൻ, ആ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയെ അടുത്തറിയാനും ആ സൊസൈറ്റിയിലുള്ള ജനങ്ങളുടെ സ്വഭാവത്തിനെ അടുത്തറിയാനും നമുക്ക് സാധിച്ചു. അതിന് വേണ്ടിയിട്ട് റൈറ്റേഴ്സ് അവരവരുടേതായ നറേറ്റീവ് ടെക്നിക്കുകളും സൈക്കോളജിക്കൽ എക്സ്പ്ലോറേഷനുകളും ഒക്കെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾക്ക് വിശ്വാസയോഗ്യമാകുന്ന തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ സെറ്റിങ്ങുകളിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിങ്ങിലായിരിക്കും അവർ കഥ അവതരിപ്പിക്കുന്നുണ്ടാവുക. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഫൈദോർ ദസ്തോവസ്കിയുടെ സൈക്കോളജിക്കൽ റിയലിസ്റ്റ് നോവലായ ക്രൈം ആൻഡ് പണിഷ്മെന്റ്. അതുപോലെ തന്നെ ചാൾസ് ഡിക്കൻസിന്റെ വിക്ടോറിയൻ ഇംഗ്ലണ്ടിനെ വളരെ നന്നായി വരച്ചു കാണിക്കുന്ന ഹാർഡ് ടൈംസ്. ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിനെ പ്രതിനിധീകരിക്കുന്ന, കാലഘട്ടത്തിലെ ജനങ്ങളുടെ മനസ്സുകളെയും അവരുടെ ചിന്തകളെയും പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള വർക്കുകളായിരുന്നു. ഈ വർക്കുകളെല്ലാം തന്നെ
ആ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുമ്പോഴും ആ കാലഘട്ടത്തിന്റെ ഒരു സോഷ്യൽ ടൂളായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഹാർഷ് റിയാലിറ്റീസിനെ ഡെപിക്റ്റ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ചേഞ്ച് വേണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലായിരുന്നു ആ വർക്കുകൾ നമ്മളിലേക്ക് വായിക്കുമ്പോൾ എത്തിയിരുന്നത്. So next is naturalism. Naturalism emerged in the mid-19th century as a literary movement closely linked to realism, but distinguished by its scientific approach and exploration of how heredity and environment shape human destiny, reacting against idealized themes of romanticism. Naturalist writers like Emily Zola sought to depict grim realities of life for the lowest social class with a cold objective tone. Inspired by Charles Darwin, evolutionary theory, naturalism portrayed characters as a product of biology and surrounding, often highlighting deterministic forces that governed their lives. And Emily Zola's novel, Germinal, published in 1885, set in coal mining community, exemplifies naturalistic principles by vividly illustrating crucial conditions and societal influences that shape the character's face. Despite its relative brief prominence in Europe, naturalism left a lasting impact by challenging romanticized notions and bringing a scientific rigor to literary portrayal. സോ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടി എന്ന് വെച്ചാൽ 1850s കൂടിയാണ് നാച്ചുറലിസം എമർജ് ചെയ്തു വന്നത്. നാച്ചുറലിസം റിയലിസവുമായിട്ട് വളരെ അടുത്ത് കിടക്കുകയാണ്. എന്നിരുന്നാലും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന്റെ സയന്റിഫിക് അപ്രോച്ചിലാണ് വ്യത്യാസം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ദ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഷേപ്പ് ഹ്യൂമൻ ഡെസ്റ്റിനി, അതാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു പാരമ്പര്യവും അതുപോലെ തന്നെ ഒരു ചുറ്റുപാടും ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് നാച്ചുറലിസം പറയുന്നത്. ഓക്കെ, അന്നേരം ഹെറിഡിറ്റിയും എൻവയോൺമെന്റും എങ്ങനെ ഹ്യൂമൻ ഡെസ്റ്റിനിയെ ചേഞ്ച് ചെയ്യിക്കുന്നു എന്ന് പറയുന്നത് നാച്ചുറലിസം ആണ്. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഈ റൊമാൻസിസത്തിന്റെ ഐഡിയൽസിനെതിരെയുള്ള ഒരു റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. നാച്ചുറലിസ്റ്റ് റൈറ്റേഴ്സ് ആണ് എമിലി സോള. അദ്ദേഹം ഈ പറയുന്ന പോലുള്ള ലോ കാസ്റ്റ് സോഷ്യൽ പീപ്പിൾസിന്റെ ദുരിതപൂർണമായ ജീവിതത്തിനെ കുറിച്ച് വളരെ നന്നായിട്ട് ഡിപിക്റ്റ് ചെയ്തിട്ടുണ്ട്. ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ, ആ ഒരു ഒറിജിൻ ഓഫ് സ്പീഷീസിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് എമിലി സോള കൂടുതലും ഇങ്ങനെയുള്ള വർക്കുകളിലേക്ക് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്ന. ചാൾസ് ഡാർവിനും നാച്ചുറലിസം തിയറിയുടെ വ്യക്താവാണ്. എമിലി സോളയുടെ ജെർമിനൽ എന്ന് പറയുന്ന നോവല് കോൾ മൈനിങ് കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിനെ കുറിച്ച് വ്യക്തമാക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നാച്ചുറലിസം റിയലിസം വളരെ അടുത്തടുത്തുള്ള മൂവ്മെന്റുകളാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ചുറ്റുപാട് അവന്റെ വിധിയെ, അവന്റെ ഫേറ്റിനെ നിർണ്ണയിക്കുന്നു എന്നാണ് നാച്ചുറലിസം പറയുന്നത്. വെച്ചാൽ ഒരു വ്യക്തിയുടെ ചുറ്റുപാട് ചേഞ്ച് ചെയ്യുമ്പോൾ അവന്റെ ജീവിത സാഹചര്യം ചേഞ്ച് ചെയ്യുന്നു, അവന്റെ ഭാവി തന്നെ ചേഞ്ച് ചെയ്യാം, ഇല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു വ്യക്തി ഒരു മൈനറായിട്ട് ജനിക്കുവാണെങ്കിൽ, അവനൊരു ലോ കാസ്റ്റ് പീപ്പിൾ ആയിട്ട് ജനിക്കുകയാണെങ്കിൽ അവന്റെ ലൈഫ് എങ്ങനെയാണോ, പക്ഷെ അവന്റെ ആ ഒരു എൻറ്റയർ ലൈഫേ ചേഞ്ച് ആവും അവന്റെ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്ത്. അതാണ് നാച്ചുറലിസം പറയുന്നത്. ഓക്കെ, അന്നേരം നാച്ചുറലിസവും നമ്മുടെ റിയലിസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ദേ എക്സ്പ്രസ് ദ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ആൻഡ് ഹൗ ഇറ്റ് ഷേപ്പ് ഓൺ ഹ്യൂമൻ ഡെസ്റ്റിനി. ഇതാണ് നാച്ചുറലിസം പറയുന്നത്. സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സൊസൈറ്റിയുടെ ഹാർഷ് റിയാലിറ്റീസിനെ കുറിച്ച് പറയുന്നത് റിയലിസം. അത് തന്നെ ആരും പറയുന്നുണ്ട്, നാച്ചുറലിസം പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹൗ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ഡെസ്റ്റിനീസ് ചേഞ്ച്ഡ് ബൈ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നാച്ചുറലിസം. ഓക്കെ, നാച്ചുറലിസത്തിന്റെ വ്യക്താവായിരുന്നു എമിലി സോള. Then next is aestheticism. Aestheticism, a late 19th century artistic and literary movement, emerged as a reaction against the prevailing scientific rationalism and Victorian emphasis on art for moral and social purpose. അന്നേരം എസ്തെറ്റിസം എന്ന് പറയുന്നത് 19th സെഞ്ചുറിയിൽ ഉണ്ടായ ഒരു ലിറ്റററി മൂവ്മെന്റ് ആണ്. 19th സെഞ്ചുറിയുടെ അവസാന കാലഘട്ടം. അതെന്ന് പറയുന്നത് വിക്ടോറിയൻ കാലഘട്ടത്തില് ആർട്ടിനെ നമുക്ക് മോറലായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ പർപ്പസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ്. ഒരാളെ എന്തെങ്കിലും പഠിപ്പിക്കാനോ ഒരാൾക്ക് മൊറാലിറ്റിയിൽ ചേഞ്ച് വരുത്താനോ ഉപയോഗിക്കേണ്ട ഒന്നാണ് ആർട്ടെന്ന് വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. അതിനെതിരെ വന്ന ഒരു
മൂവ്മെന്റ് ആണ് എസ്തെറ്റിസിസം എന്ന് പറയുന്നത്. കല കലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കല ആരെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എസ്തെറ്റിസിസം. At its core, aestheticism proposed that art should exist purely for its own sake, valuing beauty and form all above else, an idea encapsulated in the motto "Art for Art's sake." എന്ന് വെച്ച് കഴിഞ്ഞാൽ കല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കല കലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ കല കൊണ്ട് ആരെയും പഠിപ്പിച്ചെടുക്കാൻ ഉദ്ദേശമില്ല. കല ആസ്വദിക്കാനും സൗന്ദര്യം വൽക്കരിക്കാനുമുള്ളതാണ് കല എന്ന് അവർ ചിന്തിച്ചു. Originating in France with Charles Baudelaire and spreading to England through figures like Oscar Wilde and Walter Pater, aestheticism celebrates the concept of beauty as a primary pursuit detached from practical utility or social messages and societal messages. ഇത് ചാൾസ് ബോട്ട്ലെയർ, ഫ്രാൻസിൽ ചാൾസ് ബോട്ട്ലെയർ ആണ് ഇത് കൊണ്ടുവന്നത്. ലേറ്റർ ഇംഗ്ലണ്ടിലേക്ക് ഓസ്കാർ വൈൽഡും വാറ്റർ പാട്ടറും ഇതിനെ കൊണ്ടുവരികയും സ്പ്രെഡ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു. എസ്തെറ്റിസിസത്തിന്റെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ മെസ്സേജിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു ആർട്ട് വർക്ക് വരച്ചാൽ അതുകൊണ്ട് സൊസൈറ്റിക്ക് എന്ത് ഗുണം എന്ന് തോന്നുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ കല ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. Works like The Wild Picture of Dorian Gray exemplified this philosophy, where aesthetic enjoyment and artistic expression were paramount. Towards the end of the century, aestheticism, exploration of beauty, and its detachment of societal norms contributed to the broader and movement characterized by embrace of artificiality and defense of naturalist convention. Okay. നമ്മളിപ്പം ഓസ്കർ വൈൽഡിന്റെ പിക്ചർ ഓഫ് ഡൊറിയൻ ഗ്രേ എന്ന് പറയുന്നത് എസ്തെറ്റിക് മൂവ്മെന്റിന്റെ പ്രൈം എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഒന്നും വേണ്ട, ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഒരു വേർഡ് ഉണ്ട്, ക്രിഞ്ച്. ക്രിഞ്ച് എന്ന് വെച്ചാൽ എന്താണ് സംഭവം? ഈ ഒരു എസ്തെറ്റിസിസം പോലെ ഒരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസം. പ്രേമലു സിനിമയില്ലേ, പ്രേമലു സിനിമ, ആ സിനിമ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. കൊള്ളാം ഓരോ സീനും സ്കിപ്പ് ചെയ്യാതെ നല്ല രസമുണ്ട്, ഓരോ മൊമെന്റ് നമ്മൾ ആസ്വദിക്കുകയാണ്. ബട്ട് അറ്റ് ദി എൻഡ് സിനിമയിൽ എന്താണ്? ഒന്നുമില്ല, ഇല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയായിട്ട് പറയാനാണെങ്കിൽ ഒന്നുമില്ല. അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ കണ്ടോണ്ടിരിക്കാൻ എന്തുണ്ട്? രസമാണ്. അത് തന്നെയാണ് എസ്തെറ്റിസം പറയുന്നത്. ഇവർക്ക് മോറൽ വാല്യൂസ് ഒന്നും കൊടുക്കണ്ട, സോഷ്യൽ വാല്യൂസ് ഒന്നും കൊടുക്കണ്ട. പകരം എന്താ ചെയ്താൽ അത് നിങ്ങൾക്ക് ആസ്വദിച്ചിട്ടുണ്ടോ എങ്കിൽ അതെന്താണ്? അത് എസ്തെറ്റിക് ആണ്. ഓക്കെ, അത് ആർട്ടാണ്. ആ കലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ ആലോചിക്കാനുള്ളതോ പഠിപ്പിക്കാനുള്ളതോ മാറ്റം വരുത്താനുള്ളതോ ഒന്നും അല്ല എന്നാണ് എസ്തെറ്റിക് മൂവ്മെന്റ് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ഫ്രാൻസിലെ ഫ്രഞ്ച് റൈറ്ററായ ചാൾസ് ബോട്ട്ലെയർ ആണ്. ഇംഗ്ലണ്ടിലേക്ക് ഇത് കൊണ്ടുവന്നത് ഓസ്കാർ വൈൽഡും വാൾട്ടർ പാറ്ററുമാണ്. ആർട്ട് ഫോർ ആർട്സ് സേക്ക് എന്നുള്ളതാണ് ഇവരുടെ മുദ്രാവാക്യം. Then comes to symbolism. Symbolism movement emerged in the late 19th century France as a reaction against the scientific and materialistic trends of realism and naturalism. Unlike this movement, which focused on objective reality and explicit emotion, symbolism prioritized subjective experience and indirect expression of ideas through symbols, metaphors, and imagery. Influenced by figures like Charles Baudelaire and Arthur Rimbaud, symbolists believed in art for art's sake and asserted that poetry should speak independently and evoke emotions through suggestions rather than direct description. This approach aimed to synthesize external reality with inner subjectivity, exploring themes of dreams, mysticism, spirituality to uncover deeper truths. Symbolism bridged romanticism, idealism with modernism, focus on psychological complexity, and symbolism's influence extend to later writers like T.S. Eliot. W.B. is shaping trajectory of a literary and artistic movement of the 20th century. സിംബോളിസം എന്ന് പറയുന്നത് ലേറ്റ് എസ്തെറ്റിസിസം പോലെ തന്നെ ആ ഒരു സെയിം കാലഘട്ടത്തിലാണ് ഇത് എമർജ് ചെയ്തു വന്നത്. ലേറ്റ് 19th സെഞ്ചുറിയിലാണ് എമർജ് ചെയ്തു വന്നത്. ഫ്രാൻസിലാണ് ഇത് ഉണ്ടായത്. എസ്തെറ്റിസിസം പോലെ ഇത് ഫ്രാൻസിലാണ് ഉണ്ടായത്. സയന്റിഫിക് മെറ്റീരിയലിസ്റ്റിക് ട്രെൻഡ്സുകളായ റിയലിസത്തിനും നാച്ചുറലിസത്തിനും എതിരെ ഉള്ള ഒന്നായിട്ടാണ് സിംബോളിസം. അന്നേരം സിംബോളിസം എന്ന് പറയുന്നത് നാച്ചുറലിസത്തിന്റെയും മെറ്റീരിയലിസ്റ്റിക് റിയലിസത്തിന്റെയും എതിരെ വന്നൊരു മൂവ്മെന്റ് ആണ് സിംബോളിസം. ഫ്രാൻസിലാണ് ഇതും ഒറിജിനേറ്റ് ചെയ്തത്. റിയാലിറ്റി എക്സ്പ്ലിസിറ്റ് ചെയ്ത് എനിക്കിപ്പം വയ്യെങ്കിൽ ഞാൻ
വയ്യാന്നിങ്ങനെ പറയുന്നതിന് പകരമായിട്ട് ഞാൻ അതിനെ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാണ്. കുറെ സിമ്പിൾസ് ഉപയോഗിക്കുന്നു, മെറ്റാഫേഴ്സ് ഉപയോഗിക്കുന്നു, ഇമേജറി ഉപയോഗിക്കുന്നു. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഇൻഡയറക്റ്റ് എക്സ്പ്രഷനിലൂടെ ഞാൻ ഒരു കാര്യത്തിനെ അവതരിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സിംബോളിസം എന്ന് പറയുന്നത്. മേജർ ഫിഗേഴ്സ് ആയിട്ടുള്ള ചാൾസ് ബോട്ട്ലെയറും റിംബാർഡും ഒക്കെയാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങുന്നത്. ഇവരുടെ ഉദ്ദേശം എന്താണ്? ആർട്ട് ഫോർ ആർട്സ് സേക്ക്, കല കലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്, കല ആസ്വദിക്കാനുള്ളതാണ്. അത് മറ്റൊരു തരത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നു. കൂടുതൽ മെറ്റഫേഴ്സും ഇമേജറിയും സിമിലിയും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അതിനെ ഒന്ന് വർണ്ണാഭമാക്കുന്നു. ഒരു വ്യക്തിയുടെ ഇന്നർ ടർമോയിൽ, ഇന്നർ സബ്ജക്റ്റിവിറ്റി ഒക്കെ വളരെ വ്യക്തമായിട്ട് അയാളുടെ ഡ്രീമുകളിലൂടെയും മിസ്റ്റിസിസത്തിലൂടെയും സ്പിരിച്വാലിറ്റിയിലൂടെയൊക്കെ ഇവര് വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട സിംബോളിസ്റ്റ് റൈറ്റേഴ്സ് ആണ് ടി.എസ്. ഇലിയറ്റ്, ഡബ്ല്യു.ബി. യീറ്റ്സ് എന്നിവരൊക്കെ. ഇവരെല്ലാം തന്നെ മനുഷ്യ മനസ്സുകളുടെ സൈക്കോളജിക്കൽ കോംപ്ലക്സിറ്റി വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്ന 20-ാം നൂറ്റാണ്ടിലെ റൈറ്റേഴ്സ് ആയിരുന്നു ടി.എസ്. ഇലിയറ്റും ഡബ്ല്യു.ബി. യീറ്റ്സും.